ഹലോ, ഞാൻ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനാണ്. ഇന്നത്തെ കാലത്ത് തൈറോയ്ഡ് രോഗങ്ങൾ വളരെ കോമൺ ആണ്. പുതിയ പഠനങ്ങൾ പ്രകാരം സ്ത്രീകളിൽ 8-ൽ ഒരാൾക്ക് ലൈഫ് ടൈമിൽ വൺസ് തൈറോയ്ഡ് രോഗിയാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. തൈറോയ്ഡിന്റെ രോഗലക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന ചെറിയ ചെറിയ കുമിളകൾ, തൈറോയ്ഡ് ഹോർമോണിലെ വ്യതിയാനങ്ങൾ കാരണം, ഏറ്റക്കുറച്ചിലുകൾ കാരണം തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു പോകുന്ന ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷൻ, കൂടിപ്പോകുന്ന ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷൻ, ക്യാൻസറസും അല്ലാത്തതുമായ തൈറോയിഡിന്റെ ഗ്രന്ഥിയിൽ വരുന്ന മുഴകൾ, ഇതെല്ലാമാണ് കോമൺ ആയിട്ട് കാണുന്ന തൈറോയിഡിന്റെ രോഗലക്ഷണങ്ങൾ. തൈറോയ്ഡ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഹോർമോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഉറക്കമില്ലായ്മ, ക്ഷീണം, പെട്ടെന്നുള്ള ഏറ്റക്കുറച്ചിലുകൾ, ഭാരക്കൂടുതലുകളോ ഭാരക്കുറവുകളോ, മുടി കൊഴിച്ചിൽ, മെൻസസ് ഇറഗുലാരിറ്റി, അങ്ങനെ വളരെയധികം ലക്ഷണങ്ങളായി ഇത് കാണപ്പെടുന്നുണ്ട്. പലരും ചിന്തിക്കുന്നുണ്ടാവും എന്തായിരിക്കാം തൈറോയ്ഡ് അസുഖങ്ങളുടെ കാരണങ്ങൾ. ഒരുപാടുണ്ട്. നമ്മുടെ ഭക്ഷണ രീതി, ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ പാർട്ടായിട്ട് തന്നെ തൈറോയ്ഡിൻ്റെ രോഗങ്ങൾ വരാം. പക്ഷേ അതിൽ കൂടുതൽ പാരമ്പര്യ രോഗങ്ങളാണ് തൈറോയ്ഡിൻ്റെ രോഗങ്ങൾക്ക് മെയിനായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ ഫാമിലിയിൽ വരുന്ന തലമുറകളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, അത് ഹൈപ്പോ തൈറോയ്ഡ് ആയിക്കോട്ടെ ഹൈപ്പർ തൈറോയ്ഡ് ആയിക്കോട്ടെ, അതൊരു കാരണമാണ്. ഇവ കൂടാതെ തന്നെ കുട്ടിക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന റേഡിയേഷൻസ്, ചില മരുന്നുകൾ, ഭക്ഷണ രീതികൾ, ഇതെല്ലാം തൈറോയ്ഡിൻ്റെ രോഗത്തിൻ്റെ മറ്റ് കാരണങ്ങളാണ്. തൈറോയ്ഡ് അസുഖങ്ങളുടെ ചികിത്സാ രീതികൾ പലവിധമാണ്. ചില അസുഖങ്ങൾക്ക്, ഹൈപ്പർ തൈറോയ്ഡ്, ഹൈപ്പോ തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കാലം വരെ നമുക്ക് മരുന്നുകൾ കൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. ചില അസുഖങ്ങൾ, ഈ ഹൈപ്പോ തൈറോയ്ഡ് ആണെങ്കിലും, അതായത് തൈറോയ്ഡ് ഹോർമോൺസ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി കുറച്ച് കാലം കഴിയുമ്പോൾ അത് മരുന്നിന് റെസ്പോണ്ട് ചെയ്യാത്തൊരവസ്ഥയിലോ പെർമനന്റ് ഡാമേജ് തൈറോയ്ഡ് ഗ്രന്ഥികൾക്ക് വരാനോ സാധ്യതയുണ്ട്. ആ കണ്ടീഷനുകൾ സർജറിയാണ് ട്രീറ്റ്മെൻറ്റ്. തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. അങ്ങനെ ചെയ്ത് കളഞ്ഞ ശേഷം തൈറോയ്ഡ് ഹോർമോൺസ് ചിലപ്പോൾ ലൈഫ് ലോങ് നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കേണ്ടി വരും. ചില കണ്ടീഷനുകളിൽ, ഹൈപ്പർ തൈറോയ്ഡ് അവസ്ഥകളിൽ ചിലപ്പോൾ നമുക്ക് റേഡിയേഷൻസ് കൊണ്ടും മരുന്നുകൾ ലൈഫ് ലോങ് കഴിച്ചത് കൊണ്ടും നമുക്ക് രോഗമുക്തി, അസുഖം പൂർണ്ണമായിട്ട് തന്നെ ഭേദമാക്കാൻ പറ്റാറുണ്ട്. കൃത്യമായി ടെസ്റ്റുകൾ നടത്തി ശരിയായ രോഗനിർണയത്തിലൂടെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ഉചിതമായ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന 99% രോഗങ്ങളെയും നമുക്ക് പരിപൂർണമായി മുക്തി നേടാൻ സാധിക്കും. താങ്ക് യു.